നമസ്കാരം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു നിർത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോട്ടിൽ മീൻ തിരിഞ്ഞ് ഓരോ ബോക്സിലാക്കും. ബോക്സൊക്കെ ബോട്ടിൽ തന്നെ ഉണ്ടാവും. പിന്നെ ആ ബോക്സിൽ പിടിച്ച് നമ്മൾ തിരിഞ്ഞ് വെച്ചേക്കണം മീൻ ഈ കടൽ വെള്ളത്തിൽ തന്നെ വാട്ടർ പമ്പിൽ കൂടെ വെള്ളത്തിൽ കഴുകി നന്നായിട്ട് വൃത്തിയാക്കും. അതിനുശേഷമാണ് നമ്മുടെ ബോട്ടിൻ്റെ സ്റ്റോർ റൂമിലേക്ക് ഐസ് ചെയ്യാനായിട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഐസ് ചെയ്യണം, അതുപോലെ എഞ്ചിൻ കള്ളിയും കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതുപോലെ ആദ്യമായിട്ട് പേജ് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നേരെ നമുക്ക് വീഡിയോയിലൊക്കെ കിടക്കാം. അപ്പോൾ നമ്മുടെ ചേട്ടന്മാർ ടെൻസമ്മൂനും അതുപോലെ ഇളയപ്പനും കൂടി നമ്മുടെ പിടിച്ച് തിരിഞ്ഞ് ബോക്സിലാക്കി കഴുകി വൃത്തിയാക്കി വെച്ചേക്കണം മീനുകളെല്ലാം ഓരോന്നായിട്ട് നേരെ സ്റ്റോറിലേക്ക് ഇറക്കുന്ന ഒരു കാഴ്ചയുണ്ട് ഈ കാണുന്നത്. കണ്ട ഈ ഒരു കുളത്തിൽ ഇങ്ങനെ നമ്മുടെ ബോക്സിലാക്കിയിട്ട് നേരെ സ്റ്റോർ റൂമിലേക്ക് ഇറക്കും. ഞാൻ സ്റ്റോറിൻ്റെ ഉള്ളിൽ പോയിട്ട് കാണിച്ചുതരാം. അപ്പോൾ അത് ഈ കാണുന്നതാണ് നമ്മുടെ ബോട്ടിൻ്റെ സ്റ്റോർ റൂം കേട്ടോ. അത്യാവശ്യം വലിപ്പമുള്ളൊരു സ്റ്റോർ റൂമാണ് ഇത്. ഏകദേശം ഒരു 97 അടി വലിപ്പമുള്ള ബോട്ടാണ്. അപ്പോൾ ഓരോ ബോട്ടിൻ്റെ നീളവും വീതിക്കനുസരിച്ചായിരിക്കും ഓരോ ബോട്ടിൻ്റെ സ്റ്റോർ റൂം തന്നെയാണ്. അപ്പോൾ ഈ സ്റ്റോർ റൂമിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും കൂളിംഗ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പോകില്ല. അത് അതിൻ്റെ നിർമ്മിത രീതി തന്നെയാണ്. കാരണം ഈ ഒരു പഫ് പോലത്തെ ഒരു സംഭവം, പഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സ്പോഞ്ച് പോലത്തെ ഒരു സംഭവമൊക്കെ വെച്ചിട്ട് ഫൈബർ ചെയ്ത് അങ്ങനെ ഒരു സെറ്റപ്പിലാണ് ഈ ഒരു സ്റ്റോർ റൂം പണിതെടുക്കുന്നത്. കറക്റ്റായിട്ട് നമുക്കറിയില്ല, അത് ഇതിൻ്റെ പണിക്കാരോട് തന്നെ ചോദിക്കേണ്ടി വരും. അപ്പോൾ അത് അറിയണവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാട്ടെ. അപ്പോൾ ഈ മീൻ ഓരോന്ന് ഐസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് അങ്ങനെ തന്നെ ഇരുന്നോളും. ഞാൻ നിങ്ങൾക്ക് കാണിച്ചാൽ ഐസ് ചെയ്യണ കാര്യങ്ങളൊക്കെ. മീനിലിടാനായിട്ടുള്ള ഐസ് അതുണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും മുന്നിലായിട്ടായിരിക്കുള്ളൂ. അത് നമ്മുടെ സ്റ്റോർ റൂമിൻ്റെ ഏറ്റവും മുൻഭാഗത്തായിട്ട് ഐസ് പ്ലാന്റിൽ നിന്ന് ഓരോ ബ്ലോക്കുകളായിട്ട് തന്നെ ഐസ് മെഷീനിലിട്ട് പൊടിച്ച് നമ്മുടെ ഈ ബോട്ടിൻ്റെ ഫ്രണ്ടിൽ ഓരോ കള്ളികളിലായിട്ട് ഇങ്ങനെ നടക്കും. അത് ബോട്ട് പണിക്കോണനുസരിച്ചാണ് നമ്മൾ ഐസ് എടുക്കുന്നത്. ചിലപ്പോൾ 50 ബ്ലോക്ക്, 100 ബ്ലോക്ക്, 200 ബ്ലോക്കൊക്കെ എടുക്കും. നമ്മുടെ ബോട്ടിലൊക്കെ ഏകദേശം ഒരു 25,000 രൂപയൊക്കെ ഐസ് എടുക്കോട്ടെ. അതിങ്ങനെ കട്ട പിടിച്ചിരിക്കുള്ളൂ. അപ്പോൾ കട്ടാമ്പാരൊക്കെ കുത്തിയും അതുപോലെ ഷവലിനൊക്കെ പൊടിച്ച് ചെറിയ കഷ്ണങ്ങളാക്കിയതിന് ശേഷമാണ് നമ്മൾ മീനിൻ്റെ മുകളിൽ സ്റ്റോർ ചെയ്യുന്നത്. ഇവിടെ കണ്ട കുറേ വൈശാലിക്കൂന്തൽ ഇങ്ങനെ നിരത്തി പിടിച്ചിരിക്കുന്നത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൈശാലിക്കൂന്തൽ ഐസ് ചെയ്യണതിന് മുമ്പ് അതിൻ്റെ ഉള്ളിലെ വെള്ളം മൊത്തം പോയതിന് ശേഷം ഐസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ആദ്യത്തെ വല കിട്ടിയ വൈശാലിയാണെന്നുണ്ടെങ്കിൽ അത് ഐസ് ചെയ്യണത് രണ്ടാമത്തെ വല പിടിച്ച് സ്റ്റോറിലേക്ക് ഐസ് ചെയ്യാൻ ഇറക്കുമ്പോഴാണ് ആദ്യത്തെ വല കിട്ടിയ വൈശാലിക്കൂന്തൽ ഐസ് ചെയ്യാനായിട്ട്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇതാണ്, വെള്ളം പോകണം. അതിൻ്റെ ആ ഒരു വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് പോയി കഴിഞ്ഞാൽ മാത്രമേ അത് ഐസ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാലും അതിന് ആ ഒരു ഫ്രഷ്നെസ്സും കാര്യങ്ങളും വിലയും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അല്ലെങ്കിൽ ചീത്തായി പോകുന്നതാണ് പറയുന്നത്. കണ്ട ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കടലിൽ വെച്ച് സത്യത്തിൽ ഈ ഒരു മീനിൽ നമ്മൾ ഒന്നും ചേർക്കാറില്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഐസിലൊന്നും ചേർക്കാറില്ല. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോർ ചെയ്തിരിക്കണം അത്രയും കൂളിങ്ങും കാര്യങ്ങളും ആ ഒരു സ്റ്റോർ റൂമിൻ്റെ പ്രത്യേകത കൊണ്ടാണ് ഈ മീൻ ചീത്താവാണ്ടിരിക്കണമെന്ന് വെച്ചാൽ. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഇതിനെപ്പറ്റി അറിയില്ല. അപ്പോൾ അതിനെപ്പറ്റി തർക്കിക്കണത് ശരിയല്ല. അപ്പോൾ ഈ ഒരു വെള്ളം കണ്ട ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ സ്റ്റോർ റൂമിൽ നിന്ന് വന്ന വെള്ളം നേരെ 2 പൈപ്പ് കൊടുത്തിട്ട് ഒഴുകി പുറത്തേക്ക് കടലിലേക്ക് പോകാനുള്ള സെറ്റപ്പാണ് ഈ കൊടുത്തേക്കുന്നത്. ചില ബോട്ടിലൊക്കെ ആ ഒരു വെള്ളം നേരെ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എഞ്ചിൻ കള്ളിയിലായിരിക്കുള്ളൂ. അപ്പോൾ അത് നമ്മുടെ ബോട്ടിൻ്റെ എഞ്ചിൻ കള്ളിയാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ നിങ്ങൾക്ക് ഇറങ്ങി കറക്റ്റായിട്ട് കാണിച്ചു തരാം. അപ്പോൾ അത് ഈ കാണുന്നതാണ് നമ്മുടെ ബോട്ടിൻ്റെ എഞ്ചിൻ റൂം എന്ന് പറയുന്നത്. ശരിക്കും നമ്മൾ എഞ്ചിൻ കള്ളി എന്നൊക്കെ പറയും. ബോട്ടിൻ്റെ എഞ്ചിൻ സൈഡും കാര്യങ്ങളെല്ലാം നോക്കുന്ന ആളുടെ പേരാണ് ഡ്രൈവർ. നമ്മുടെ ദിലീപേട്ടനാണ് ഡ്രൈവർ. പുള്ളിക്കാരൻ എന്തോ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ബോട്ട് ഓടിക്കണ ആൾ അല്ലെങ്കിൽ വലയും കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന സ്രാങ്ക്. ഡ്രൈവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എഞ്ചിൻ സൈഡിലെ കാര്യങ്ങളെല്ലാം നോക്കണ ആൾ. പേരൊക്കെ നേരത്തെ മാറിപ്പോയത്. നമ്മുടെ ഈ ബോട്ടിൽ വന്നേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ 495 HP പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന 6 സിലിണ്ടറിൻ്റെ ബെയ്ച്ചായി എന്ന് പറയുന്ന എഞ്ചിനാണ്. ബെയ്ച്ചായ ഉണ്ട്, യൂച്ചായ ഉണ്ട്, ചൈനയുടെ കമ്പനിയുണ്ട് കൂടുതലും തന്നെ. അപ്പോൾ ഓരോ ബോട്ടിലും തന്നെ എഞ്ചിൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം ആയിരിക്കില്ല. ചിലപ്പോൾ ഈ ബോട്ടിൽ തന്നെ ആയിരിക്കില്ല, വേറെ ബോട്ടിൽ തന്നെ. ചെറിയ ബോട്ടാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള എഞ്ചിനായിരിക്കുള്ളൂ, വലിയതാണെങ്കിൽ ഇത് കൂടുതൽ വരും. അങ്ങനെ ഓരോന്നും വരും. പിന്നെ ഈ ഒരു മറൈൻ എഞ്ചിനുകളുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കരയിലോടുന്ന സാധനങ്ങളെല്ലാം എയർ കൂളിംഗ് ആയിരിക്കുള്ളൂ. ഈ ഒരു എഞ്ചിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വാട്ടർ കൂളിംഗ് ആണ്. അതായത് സീ കാർക്കിലൂടെ വെള്ളം എടുത്ത് നമ്മുടെ ഈ ഒരു ഇൻ്റർകൂളറിലൂടെയും റേഡിയേറ്ററിലൂടെയൊക്കെ തണുപ്പിച്ച് ഇങ്ങനെ നേരെ പുറത്തേക്ക് തന്നെ കടലിലേക്ക് തന്നെ വിടും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോരം നേരം വേണമെങ്കിലും നമുക്ക് നിർത്താണ്ട് ഓടിക്കാൻ പറ്റും. ഈ ബോട്ടൊക്കെ ഈ പറഞ്ഞ 10 ദിവസം 15 ദിവസമൊക്കെ ചൂണ്ടപ്പണിക്ക് പോകുമ്പോൾ ചിലപ്പോൾ ഒരു 4 ദിവസം 3 ദിവസമൊക്കെ നിർത്താണ്ട് ഓട്ടം ഉണ്ടാവും. അങ്ങനെ ഒരു പ്രത്യേകത ഈ ഒരു മറൈൻ എഞ്ചിനുകൾക്കുണ്ട്. നമ്മുടെ കരയിലുള്ള എഞ്ചിനുകൾ തമ്മിൽ വ്യത്യാസം വന്ന മെയിൻ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. നമ്മുടെ എഞ്ചിൻ്റെ ടെമ്പറേച്ചറും ഓയിൽ പ്രഷറും കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ഒരു സംഭവമാണ് ഇത് വീൽ ഹൗസിലുണ്ടിട്ട് ഒരെണ്ണം. അപ്പോൾ അത് ഈ കാണുന്ന ബോട്ടിൻ്റെ ചെറിയ എഞ്ചിൻ എന്ന് പറയും. ചെറിയ എഞ്ചിൻ എന്ന് വെച്ചാൽ നമ്മുടെ ജനറേറ്ററാണ്. നമ്മൾ ഈ ചൂണ്ടപ്പണിക്കൊക്കെ പോകാൻ നേരത്ത് കൂടുതലും ഉപയോഗിക്കണം എന്ന് വെച്ചാൽ ഈ ഒരു ചെറിയ എഞ്ചിനായിരിക്കുള്ളൂ. വലിയ എഞ്ചിൻ ഓഫ് ചെയ്തിട്ട് ഈ ഒരു ചെറിയ എഞ്ചിനിലായിരിക്കുള്ളൂ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇടുന്നത്. അതുപോലെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു ഉപകാരമുണ്ട്. നമ്മുടെ ഈ ഒരു ബോട്ടിൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു അപകടമൊക്കെ വരാൻ നേരത്ത് നമ്മുടെ ഈ ഒരു ജനറേറ്ററിനകത്തൊരു പമ്പുണ്ട്. അത് വെച്ച് പുറത്തേക്ക് വെള്ളം അടിച്ച് കളയാൻ പറ്റും. അതുപോലെ തന്നെ മീൻ കഴുകാനും പറ്റുള്ളൂ. അങ്ങനെ അതായത് നമ്മുടെ ബോട്ടിൻ്റെ ഷാഫ്റ്റ് കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. അതായത് നമ്മുടെ പങ്കിടന്ന് കറങ്ങണേണ്ടി കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ വെള്ളം വീണിരിക്കുന്നുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഗ്ലാൻ്റെ ഇടയിൽ കൂടെ വെള്ളം തന്നെയാണ് കാണുന്നത്. എല്ലാ ബോട്ടിനകത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഓവർടൈറ്റ് ചെയ്യാൻ നിൽക്കില്ല. അതിൻ്റെ ഇടയിൽ ഒരു ചെറിയൊരു തിരിക്കണി ഉണ്ടാവും. അത് വെക്കാൻ നേരത്ത് സ്മൂത്തായിട്ട് ഇങ്ങനെ തേയ്മാനം ഇല്ലാണ്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഒഴുകി വന്ന വെള്ളം നമ്മുടെ ഈ ഒരു എഞ്ചിൻ കള്ളിയുടെ ഉള്ളിലായിരിക്കും കിടക്കുന്നത്. അപ്പോൾ അത് അടിച്ച് കളയാനായിട്ടാണ് നമ്മുടെ ഈ ഒരു വാട്ടർ പമ്പ് ഉള്ളത്. അപ്പോൾ കള്ളിയിലെ വെള്ളമൊക്കെ നമ്മുടെ ഈ പമ്പ് വെച്ചിട്ട് അടിച്ച് നേരെ കടലിലേക്ക് തന്നെ കളയാൻ പറ്റുള്ളൂ.
അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഡീസൽ ടാങ്ക് എന്ന് പറയുന്നത്. ഏകദേശം ഒരു 5000 ലിറ്റർ ഉണ്ട് ഒരു സൈഡിൽ ടാങ്ക്. നടുക്കാണ് വാട്ടർ ടാങ്ക് ഉണ്ട്, അത് 10000 ലിറ്റർ 8000 ലിറ്റർ ഒക്കെ ഉണ്ടാവും ചില ബോട്ടുകളിൽ. അതുപോലെ അപ്പുറത്തെ സൈഡിലും ഇതുപോലെ 5000 ലിറ്ററിൻ്റെ ഡീസൽ ടാങ്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ബോട്ടിനകത്ത് കറക്റ്റ് കണക്ക് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം നമുക്ക് ഈ ഡീസൽ കടലിൽ പോയിട്ട് വരാൻ നേരത്ത് എന്തോരം കത്തിയെന്നൊക്കെ അറിയാൻ വേണ്ടി, അതുപോലെ അടിക്കാൻ നേരത്ത് എന്തോരം ബാക്കിയുണ്ടെന്നൊക്കെ അറിയാനായിട്ട് ഇവിടെ കണക്ക് എഴുതി വെച്ചിട്ടുണ്ട്. 2500, 1250, 1000 ലിറ്റർ എന്നൊക്കെ എഴുതി വെച്ചേക്കണം. അതിൻ്റെ ഓരോ കണക്കുകളുണ്ട്. ഇപ്പം ഇറങ്ങണ പുതിയ ബോട്ടുകൾക്ക് മിക്കതും ഇപ്പോൾ സ്റ്റോറിൽ നിന്ന് വേറെ കണക്ഷൻ ആയിരിക്കും കൊടുത്തതാണ്. അപ്പോൾ സ്റ്റോറിലെ വെള്ളം കള്ളിയിലേക്ക് വരില്ല. അങ്ങനെ വരാൻ നേരത്താണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അടിച്ചു കളയാനായിട്ട് ഈ കള്ളിയിൽ ഇറങ്ങേണ്ടി തന്നെ. സ്റ്റോറിൽ നിന്ന് വേറെ കണക്ഷൻ കൊടുത്തതിൻ്റെ വലിയ കള്ളിയിൽ വെള്ളം കുറവാണ്. അപ്പോൾ ഇത് നമ്മൾ കൂടിക്കഴിഞ്ഞാൽ നേരെ പമ്പ് തിരിച്ചൊന്ന് അടിച്ചളഞ്ഞാൽ മതി. അങ്ങനെ ഞാൻ മുകളിലേക്ക് കയറിയപ്പോൾ തന്നെ അടുത്ത വല അവിടെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എഞ്ചിൻ കള്ളിയിലെ കുറച്ച് കാര്യങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ടാവും. തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക. അടുത്തൊരു കിടിലൻ വീഡിയോയിൽ എന്തായാലും എഞ്ചിൻ കള്ളിനെ പറ്റി ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ അതേ ഇവിടെ വല പൊട്ടിച്ചിട്ടപ്പോൾ കുറച്ച് വൈശാലിയും അതുപോലെ തന്നെ നല്ല കിടിലൻ ഒരു പുള്ളിക്കറൂപ്പും കിടക്കണ്ടട്ടാ. അടിപൊളി അറക്ക്, അതുപോലെ തന്നെ പുള്ളിക്കറൂപ്പാണ്ടിരിക്കുക. ഏകദേശം ഒരു 3-4 കിലോ ഉണ്ടാവും. ജീവനുണ്ട്, ചത്തട്ടിലുണ്ടാ വയകോക്കി ഉണ്ടോ. ഇത്തരം പല്ലുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് പേര് കമൻറ്റ് ചെയ്ത് ചോദിച്ചൊരു കാര്യമാണ് ഈ കടൽക്കാക്കകളെ പറ്റി. അതായത് കടൽക്കാക്കകൾ എവിടെ നിന്ന് വന്നി, ഇവർ കടലിൽ തന്നെയാണ് കിടപ്പ്, ഇവരെവിടെ രാത്രിയാകുമ്പോൾ എങ്ങോട്ട് പോകുന്നൊക്കെ ഉള്ളൊരു കാര്യത്തെ പറ്റി. സത്യം പറഞ്ഞാൽ ഈ കടൽക്കാക്കൾ എന്ന് വെച്ചാൽ ശരിക്കും ഒരു ദേശാടന പക്ഷി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കരയിലും അതുപോലെ തന്നെ കടലിലും ഒരുപോലെ ഉണ്ടാവും ഇതുങ്ങൾ. അത് ഈ കരഭാഗം തൊട്ട് ആഴക്കടൽ വരെയൊക്കെ ഉണ്ടാവും. നമ്മുടെ ഈ കടലിലേക്ക് കൂടുതലെത്തണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞത് തീറ്റ തേടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ നേരത്ത് ഈ ബോട്ടൊക്കെ പോകാൻ നേരത്ത് ബോട്ടിൻ്റെ ഈ കൊമ്പുമ്മയും തുഞ്ചത്തൊക്കെ ഇരുന്ന് ഇങ്ങനെ വരും. അപ്പോൾ ഈ മീൻ വരുമ്പോഴൊക്കെ മീനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കടൽക്കാക്ക ഒരു ഇനത്തിൽപ്പെട്ട സാധനത്തിന്. അപ്പം നമ്മുടെ ബോട്ട് വലിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പുറകെ ഇങ്ങനെ കുറേ പറന്നുകൊണ്ടുണ്ട്. അപ്പം ഞാൻ കുറച്ച് മീൻ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് മീനെ റാഞ്ചെടുക്കാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കേണ്ടി കാണുന്നത്. ഇത് നിങ്ങൾ രാത്രി ആയി കഴിയാൻ നേരത്ത് കൂടുതലും കാണൂല. ചിലതൊക്കെ നമ്മുടെ ഈ ബോട്ടിൻ്റെ മുകളിൽ തന്നെ കണ്ടാവും. കുറേ അമ്മമാരൊക്കെ എനിക്ക് തോന്നുന്നു പറന്ന് നേരെ കരയിലേക്കും പോകുന്നതാണ്. അതിനെപ്പറ്റി അറിയണവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. എന്തായാലും ഒരു സംഭവം തന്നെയാണ് ഈ ഒരു കടൽക്കാക്കി എന്ന് പറഞ്ഞാൽ. വെള്ളത്തിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്നതാണ്. നമ്മുടെ ബോട്ടിൻ്റെ ഉൾവശം ഒന്ന് കാണിക്കാട്ടാ. TV, DVD, ഹോം തിയേറ്റർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഈ പറഞ്ഞ ആങ്കറി കിടക്കാൻ നേരത്തൊക്കെ പാട്ടും കാര്യങ്ങളൊക്കെ കേൾക്കാനായിട്ട്. പിന്നെ ഈ ഒരു സ്റ്റിയറിംഗ് സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്വിച്ചുകൾ, അതുപോലെ സ്റ്റിയറിംഗ് വീല് സ്രാങ്ങിരുന്ന് ഇവിടെ ബോട്ട് ഓടിച്ചുകൊണ്ടിരിക്കേണ്ട. പിന്നെ പണ്ടത്തെ ബോട്ടുകളിലെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഗേജ് മീറ്റർ തന്നെ മറ്റേ ടൈപ്പാണ്. നമ്മുടെ അനലോഗ് ടൈപ്പാണ് ഗേജ് മീറ്റർ തന്നെ. ഇപ്പോൾ എന്ന് വെച്ചാൽ ഫുള്ള് ഡിജിറ്റലാണ്. അതിനകത്ത് നമ്മുടെ RPM, സ്പീഡ്, ടെമ്പറേച്ചർ, ഓയിൽ പ്രഷർ അങ്ങനെ എല്ലാവരും കാണിക്കും. അതുപോലെ നമ്മുടെ ഈ മീൻ പിടിക്കുന്ന രീതിയിലാണെങ്കിലും വടക്ക് നോക്കി യന്ത്രം. പിന്നെ ഇപ്പോൾ ഒരു ടാബ് എന്ന് പറയുന്ന സംഭവത്തിൽ ഒടക്ക്, GPS, വയർലെസ് ഉണ്ടാവും, ഒരു ഫോൺ ഉണ്ടാവും കമ്മ്യൂണിക്കേഷന് വേണ്ടി. പിന്നെ അതുപോലെ എക്കോ സൗണ്ടർ, ആഴവും, അതുപോലെ തന്നെ മീനുകളെയൊക്കെ നോക്കാനായിട്ട് ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് സ്രാങ്കിനെ പരിചയപ്പെട്ടിട്ട് വരാം. അതെ, വിൽസൺ ചേട്ടനാട്ടോ നമ്മുടെ സ്രാങ്ക്. ചേട്ടാ ഒരു ഹായ് കൊടുക്കാൻ അങ്ങോട്ട്. നമ്മുടെ ഈ പണിയില്ലേ, നീ വന്ന പണി, വൈശാലി പണി, അതിനകത്ത് ഈ അഷ്ടമിയുടെ ഇതിന് എന്തോ പ്രത്യേകതയില്ലേ? അതായത് അഷ്ടമിക്ക് ഇറങ്ങുള്ളൂ എന്നുള്ള രീതിയിൽ എന്തോ പറയണത്, എന്താ സംഭവം? അങ്ങനെയാണ് ആ സമയത്ത് നമ്മൾ പണിക്കിറങ്ങും. ഈ പറഞ്ഞ സാധനം ഇത്ര ദിവസം ഉണ്ടാവുള്ളൂ അങ്ങനെയൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ അത് കുറവാണ്. ഇപ്പൊ നമുക്ക് ഇപ്പൊ ഈ പറഞ്ഞ സ്പീഡ് വിലയാണ് ഇപ്പൊ ഇടുന്നത്. അപ്പൊ ഒരു സ്പീഡ് വിലക്ക് എന്തോരം ഡീസൽ എത്തും? ഇപ്പൊ 30 മണിക്കൂർ 30 ലിറ്റർ എത്ര മണിക്കൂർ നമ്മൾ വലിക്കേണ്ടി വരും? 1.5 മണിക്കൂറൊക്കെ. ഞങ്ങളെ ഇപ്പൊ വേറെ സ്ഥലത്തേക്ക് ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് അടുത്തതിന് വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ 3ാമത്തെ ദിവസത്തെ വൈകുന്നേരത്തെ വലിപ്പിട്ട് വലിച്ചുകൊണ്ടിരിക്കേണ്ട ഏകദേശം ഒരു 1.5 മണിക്കൂറോളമായിട്ടുണ്ട് ഇപ്പോൾ വലി തുടങ്ങിയിട്ട്. ഇതാണ് നമ്മുടെ അവസാനത്തെ വല. 7 മണി 7:30 ആകുമ്പോഴേക്കും നമ്മൾ വല പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ രാത്രി നമ്മൾ വലിയിടൂല, നേരെ ആങ്കർ തട്ടിയിടൂടാ. അങ്ങനെ പയ്യെ നമ്മുടെ ചന്ദ്രൻ അവിടെ വന്ന് നൈസായിട്ട് ഇങ്ങനെ നിൽക്കണ്ടട്ടാ. പൂർണ്ണചന്ദ്രനല്ല, എന്നാലും ചെറിയൊരു ചന്ദ്രക്കല കൂട്ടി ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ പയ്യെ ഇങ്ങനെ ഇരുട്ടായി വന്നി. അപ്പോൾ നമുക്ക് വല പിടിക്കാൻ നേരത്ത് നോക്കാം എന്തൊക്കെ മീനാണ് അതിലുള്ളതെന്ന്. ഭയങ്കര കട്ടകളായിരിക്കും. അതുപോലെ തന്നെ ചിലർക്ക് നെഞ്ചുവരെയൊക്കെ ഒരു വേദന സഹിക്കാൻ പറ്റാത്ത സാധനം കണ്ട ഭയങ്കര ഡേഞ്ചറാണ്. അവസാനത്തെ വല നമ്മൾ ഇന്നത്തെ
വലയിലുണ്ടായ കുറച്ച് കാരിക്കുട്ടന്മാരെ ഉണ്ട് ഞാൻ കാണിച്ചു തന്നെ. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ പറയണ പേരൊന്ന് ഇതിന് കമൻറ്റ് ചെയ്യണോട്ടോ. നല്ല വേദനയാണ് അതിൻ്റെ ആ മുള്ളു കൊണ്ടു കഴിഞ്ഞാൽ, നോക്കണ്ട. പിന്നെ ചിലവർക്ക് നെഞ്ചുവേനയൊക്കെ വരും. അപ്പോൾ അവസാനത്തെ വല പിടിച്ചതിന് ശേഷം നമ്മൾ കുറച്ചങ്ങോട്ട് ഓടിയിട്ട് നേരെ ആങ്കർ ദിലീപേട്ടൻ കടലിലേക്ക് തട്ടിയിടാൻ പോവാണ്. അപ്പോൾ ഈ ഒരു ബോട്ടിൽ പോകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാത്രി ഫിഷിങ് നടത്തൂല. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ വെളുപ്പിന് 5 മണിയാകുമ്പോൾ ആങ്കർ എടുക്കുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യത്തെ വല ഇടോട്ടെ. അപ്പോൾ എല്ലാ ദിവസവും എപ്പോഴും നമ്മൾ ചോറും മീൻകറിയും മാത്രമല്ല കഴിക്കണത്. രാത്രിയിലത്തേക്ക് വേണ്ടിയത് നല്ല അടിപൊളി ഗോതമ്പും മരിപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു പുട്ടും അതുപോലെ തന്നെ നല്ല കിടിലൻ ഗ്രീൻ പീസ് കറിയും ഉണ്ട്. അപ്പോൾ ഇന്നത്തെ പരിപാടി നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും തെറ്റുകളോ പോരായ്മകളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അഭിപ്രായം അറിയിക്കണം. അതുപോലെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്തൊക്കെ ചുമ്മാ നല്ല കിടിലൻ കടലിലെ വീഡിയോസായിട്ട് നമ്മൾ വരും. എഞ്ചിൻ റൂമും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഒരു വീഡിയോ കൂടി ഞാൻ ചെയ്ത് കാണിച്ചു തരട്ടെ. അപ്പോൾ രാത്രി ഇനി യാത്രയില്ല, നേരെ ഭക്ഷണം കഴിക്കുക, നേരെ കിടന്നുറങ്ങുക. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ, ടാറ്റ.